നമുക്ക് ഫോട്ടോഗ്രാഫിയോട് ഇൻട്രസ്റ്റ് തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും ആദ്യമേ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു കാര്യമാണ് ഒരു ക്യാമറ എങ്ങനെയും നമ്മൾ സ്വന്തമാക്കണം എന്നുള്ളൊരു അത് മാത്രമേ ഉള്ളൂ നമ്മുടെ മനസ്സിൽ. അപ്പം അങ്ങനെ ഞാൻ കുറേ നാളുകൾ ഫോണിൽ ഫോട്ടോ എടുത്തുകൊണ്ട് നടന്നു. എന്നിട്ട് അന്ന് വലിയ ക്ലാരിറ്റി ഒന്നും ഇല്ലാത്ത ഫോണാണ്. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഒരു ക്യാമറ എടുക്കണമെന്നുള്ളൊരു തോന്നൽ വന്നു. അങ്ങനെ ക്യാമറ എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ബാങ്കിൽ ചെന്ന് ലോൺ ചോദിച്ചു. അപ്പോൾ നമ്മളൊരു ചെറിയ ക്രോപ്പ് സെൻസർ ക്യാമറ എടുക്കുന്നതിനെക്കാട്ടും നല്ലൊരു പ്രൊഫഷണൽ ക്യാമറ എടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശം തന്നെയായിരുന്നു. അങ്ങനെ ലോൺ ചോദിച്ചു ഒരുപാട് ബാങ്കിൽ പോയി, കിട്ടിയില്ല. ആരും അറിയാമല്ലോ, ലോൺ ചെന്ന് ചോദിച്ചാൽ എവിടെന്നെങ്കിലും എടുത്ത് തരുമോ, ഒന്നും തരത്തൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ലോൺ കിട്ടാതെ ഞാൻ തിരിച്ചു വന്നു. പിന്നെ കുറേ നാൾ പിന്നെയും ഫോണിൽ ഇങ്ങനെ ഫോട്ടോ എടുത്തു. അപ്പോൾ അങ്ങനെയാണ് എനിക്കൊരു ദിവസം ഞാൻ ചുമ്മാ യൂട്യൂബിൽ കണ്ടു പോൾട്രി ഫാമിംഗ് നല്ലതാണെന്ന് പറഞ്ഞു ഞാൻ കണ്ടു. അങ്ങനെ ഞാൻ നൈസായിട്ട് പോൾട്രി ഫാമിങ്ങിനെ പറ്റി കുറേ ചെയ്യുന്നവരുണ്ടല്ലോ, അങ്ങനെ അവരുടെ അടുത്ത് പോയി പഠിച്ച് അങ്ങനെ ഞാൻ നൈസായിട്ട് ഒരു ഫെബ്രുവരി സമയത്ത്, അപ്പം നമ്മുടെ ഈസ്റ്ററിൻ്റെ സമയത്ത് കോഴികളെ നമ്മൾ കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തിലായിരുന്നു. അങ്ങനെ ഫെബ്രുവരിയിൽ ഏറ്റവും അവസാനത്തേക്ക് കുഞ്ഞുങ്ങളെ എടുത്തു ചെയ്ത് പകുതി ഇങ്ങോട്ട് വന്നപ്പോഴത്തേനും മഴയൊക്കെ പെയ്ത് നല്ല രീതിയിൽ ഷെഡൊക്കെ തകർന്ന്. അപ്പോൾ അന്ന് കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു ഇഷ്ടംപോലെ സഹായിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അവന്മാർ വന്ന് എല്ലാം മറ്റേ കൂട് തകർന്നു പോയ കൂടെല്ലാം റെഡിയാക്കി. അങ്ങനെ വന്നപ്പോഴത്തേനാണ് പിന്നെ അടുത്ത പണി കിട്ടിയത്. ഈ കോഴികൾ മഴ നനഞ്ഞപ്പോഴത്തേന് ഇത് പനിയടിച്ച് ചത്തു പോകാൻ തുടങ്ങി. അങ്ങനെ ഉണ്ടായിരുന്ന കോഴികൾ നൈസായിട്ട് ഒരു പകുതി മുക്കാലും പനിയടിച്ച് തന്നെ തീർന്നു. അങ്ങനെ ആ ലോസ് മറികടക്കാൻ വേണ്ടി വീണ്ടും പണിക്ക് പോയി കുറേ നാളുകൾ കഴിഞ്ഞപ്പോഴത്തേന് അടുത്ത ഇതൊരു സംഭവം കിട്ടി, മീൻ വളർത്ത്. അങ്ങനെ ആദ്യമേ കുറച്ച് കരിമീനെ നമ്മുടെ കോട്ടയം കുമരകത്തു നിന്ന് കൊണ്ടുവന്നു. അവിടെ ഗവൺമെൻറ്റിൻ്റെ ഒരു ഹാച്ചറി ഉണ്ട്. അപ്പോൾ അവിടുന്ന് കുമരകത്തു നിന്ന് ഇവിടെ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞപ്പോഴത്തേന് കിടക്കുന്നു. പിറ്റേ ദിവസം ആയപ്പോഴത്തേന് 500 കരിമീനും ചത്തു. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അവിടെ സോൾട്ട് വാട്ടർ ആയിരുന്നു. ഇവിടെ കൊണ്ടുവന്നപ്പോഴത്തേന് ഇവിടെ വേറെ നോർമൽ വാട്ടർ അല്ലേ, അപ്പോൾ അങ്ങനെ അതിൻ്റെ ഒരു ഇത് വെച്ചുകൊണ്ടും പിന്നെ എയറേറ്ററിൻ്റെ ഒക്കെ ഒരു എന്തോ സംഭവം കൊണ്ട് മൊത്തത്തിൽ അടിച്ചു പോയില്ല. പിന്നീട് ഞാൻ അനാബാസ് പിന്നെ അങ്ങനെ കുറേ മീനുകൾ ട്രൈ ചെയ്തു. പക്ഷെ ഒന്നും അങ്ങോട്ട് വിജയിച്ചില്ല. പക്ഷെ കിട്ടും, നമ്മുടെ വീട്ടിലോട്ട് കൂട്ടാനുള്ള കിട്ടും, അല്ലാതെ വലുതായിട്ടൊന്നും അങ്ങനെ കിട്ടത്തൊന്നുമില്ലായിരുന്നു. അങ്ങനെ മീൻ വളർത്ത് 8 നില പൊട്ടി. അപ്പം മീൻ വളർത്ത് കഴിഞ്ഞു. പിന്നെ അതിൻ്റെ ഇത് മറികടക്കാൻ വേണ്ടി വീണ്ടും പണിക്ക് പോയി. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം അടുത്ത ബിസിനസ് തുടങ്ങി. ഇതെല്ലാം മറ്റേ ക്യാമറ മേടിക്കാൻ വേണ്ടി മാത്രമാണ്. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തന്നെ ചെയ്തത് സ്റ്റോക്ക് മാർക്കറ്റാണ്. സ്റ്റോക്ക് മാർക്കറ്റ് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ നമ്മുടെ കൊറോണ സമയത്ത് നല്ല രീതിയിൽ ഇടിവ് വന്നു. അപ്പോൾ അങ്ങനെയാണ് സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി അറിഞ്ഞതും പിന്നെ ചെയ്യാമെന്ന് വെച്ച്. അങ്ങനെ ഞാൻ അത് കുറച്ച് ലാഭം ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ നല്ല രീതിയിൽ നഷ്ടം വന്നു. 8 നില അതിൻ്റെ പണിവാളി. സ്റ്റോക്ക് മാർക്കറ്റ് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ഇമ്മാരി പരിപാടിയിലോട്ടൊക്കെ നിർത്തി. ആ പരിപാടിയെ നിർത്തി. പിന്നെ ബിസിനസ് അങ്ങനത്തെ പരിപാടിയിലോട്ട് ഇറങ്ങാൻ വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ ഒരു ഫ്രണ്ട് അവൻ എവിടുന്നോ സംഘടിപ്പിച്ച് കൊണ്ടുവന്നിട്ട് എനിക്കൊരു ക്യാമറ കൊണ്ടു തന്നു. അവൻ്റെ പേര് കിഷോർ എന്നാണ്. അപ്പോൾ അവൻ എൻ്റെ ക്യാമറ കൊണ്ടു തന്നിട്ട് പറഞ്ഞു ഉപയോഗിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ക്യാമറ കുറേ നാൾ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴത്തേന് അത് കിടപ്പി. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേന് വീണ്ടും പണിവാളി. പിന്നെ എനിക്കാണെങ്കിൽ ഒരു ക്യാമറ എടുക്കണമെന്നുള്ള ഒരു ഇത് കയറി വന്നു. അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് ഫോട്ടോഗ്രാഫിയുടെ ഒരു കോഴ്സ് പത്തനംതിട്ട നടപ്പുണ്ട്. റൂറൽ സെൽഫ് എംപ്ലോയ്മെൻറ്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അവിടെ നമുക്ക് ഫ്രീ ആയിട്ട് കോഴ്സുകളും കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ പറ്റും. അങ്ങനെ ഞാൻ അവിടെ പോയി ഏകദേശം അത്യാവശ്യം നല്ല രീതിയിലാണ് ഈ അവിടുത്തെ കോഴ്സുകളും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്തു. അത് കഴിഞ്ഞപ്പോഴത്തേനാണ് അവിടുന്ന് ലോണിൻ്റെ കാര്യങ്ങളെ പറ്റിയൊക്കെ പഠിച്ചത്. ഇപ്പം അങ്ങനെ നമുക്ക് യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് ലോണ് നമുക്കിങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. PMEGP ലോൺ എന്നാണ് അതിൻ്റെ പേര്. അപ്പം ആ ലോൺ വഴി നമുക്ക് ഈടില്ലാതെ നമുക്ക് ലോൺ കിട്ടും. അങ്ങനെയാണ് ഞാൻ എൻ്റെ ക്യാമറ ആദ്യമായിട്ട് എടുക്കുന്നത്. ഈ ലോൺ വെച്ചുകൊണ്ട് ക്യാമറ മാത്രമല്ല, നിങ്ങൾക്ക് സ്വയം തൊഴിലായിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നോ അതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ നെറ്റിൽ കയറി നോക്കിയാലും മതി. PMEGP ലോൺ എന്ന് പറഞ്ഞുകൊണ്ട് അടിച്ചു കൊടുത്തേച്ചാൽ മതി. അപ്പോൾ അങ്ങനെ നമുക്ക് ഈടില്ലാതെ നമുക്ക് ബാങ്കുകളിൽ നിന്ന് കിട്ടും. അതോ ബാങ്ക് നമ്മളെ റിജക്റ്റ് ചെയ്യുവാണെങ്കിൽ ഡയറക്റ്റ് അവരുടെ സൈറ്റിൽ കയറിയിട്ട് നമുക്ക് ഇത് അയക്കാനും പറ്റും. PMEGP ലോണിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ഞാൻ അടുത്തായിട്ട് ചെയ്യാം. അത് ചിലവ് ലെങ്തി ആയിട്ടുള്ളതായിരിക്കും. എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എവിടെയാണ് പോകേണ്ടത്, ആരെയാണ് കാണേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം ആ വീഡിയോയിൽ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.